ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ആണ്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. കറൻറ്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഓക്കെ, അതായത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ആക്ഷൻ എടുക്കാനായിട്ട് നോക്കുന്നു. നിങ്ങളെ കൊണ്ട് ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷൻസ് എടുപ്പിക്കാനായിട്ട് നോക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിൽ, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ. ഒന്നല്ലാന്നുണ്ടെങ്കിൽ അതുപോലത്തെ പ്രവൃത്തികൾ നിങ്ങളുടെ അടുത്തോട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതും അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്ത് തരുന്നുണ്ട്. കാരണം നിങ്ങൾ ഈ ഒരു ബന്ധത്തിനെ കൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻസിനെ കൊണ്ട് നിങ്ങൾ മതിയായിട്ടിരിക്കുകയാണ്. സ്നേഹിച്ചു പോയി എന്നുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു കൈത്താങ്ങ് പോലും ഇല്ലാതെ ഒറ്റക്ക് ഒരു ഇരുട്ടിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുള്ളത്. തളർന്നു, മനസ്സുകൊണ്ട് ഒരുപാട് തളർന്നു, ശരീരം കൊണ്ടും നിങ്ങൾ തളർന്നു. നിങ്ങൾക്ക് മറവി, ഈ തളർച്ച, അതായത് ഒരുപാട് ചിന്തകൾ ചിന്തിക്കുന്നതുകൊണ്ട് പല കാര്യങ്ങളും നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കാത്ത അവസ്ഥ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ഈ ഒരു ബന്ധത്തിൽ ഒരു കൂടി പയറ്റി നോക്കണോ എന്നുള്ളൊരു ചിന്തയും നിങ്ങൾക്കുണ്ട്. ഒന്നുകൂടി ഞാനൊന്ന് തളർന്നു, 99% തളർന്നിട്ടുണ്ട്. എന്നാലും തളർന്നിട്ട് ഒന്നല്ലെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ ചില ആളുകൾ, ഒരു 5% ആളുകളും 99% എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ വേണ്ടാന്ന് വെച്ചവരും ഉണ്ട്. പിന്നെ കുറെ ആളുകൾക്ക് ഇത് വേണം വേണ്ട അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇനി ഒരു ചാൻസ് കൂടി നോക്കാം, ഒന്നുകൂടി ഒന്ന് പയറ്റി നോക്കാം എന്നുള്ള രീതിയിൽ കുറച്ച് ആളുകൾ നിൽക്കുവാണ്. കാരണം ഇവിടെ ഒരു ചർച്ച, നിങ്ങൾ തമ്മിലൊരു ചർച്ച വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചർച്ച ഒരു ചോർച്ചയായിട്ട് പോവും. കാരണം ചർച്ചകളൊന്നും നേരാവണ്ണം അങ്ങോട്ട് പോവില്ല. കാരണം ഇവര് നിങ്ങളുടെ അടുത്തോട്ട് വെക്കുന്ന നിയമാവലികളോ അല്ലെങ്കിൽ ഇവര് വെക്കുന്ന പല വിധത്തിലുള്ള നിയമങ്ങളൊന്നും ലോകത്ത് ആർക്കും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെയുള്ള പരിപാടികൾ, അതായത് ഇവരോട് ഇപ്പൊ എന്തെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും തൊടാതെയുള്ള സംസാരങ്ങൾ, ആർക്കും ഒന്നും മനസ്സിലാകാതെയുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് വെക്കും. ഒന്നല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങൾ A to Z അവതരിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് അവിടെ ഇവിടെയും തൊടാതെ സംസാരിക്കല്, അല്ലാന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെയും തൊടാതെയുള്ള പ്രവർത്തികൾ കാണുമ്പോൾ നമ്മൾക്ക് ഡൗട്ട് തോന്നി, അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്നുള്ള ഒരു സംശയമൊക്കെ തോന്നി നമ്മൾ ചോദ്യം ചെയ്യാൻ തുടങ്ങും. പിന്നെ അത് സംസാരം വേറെ പരിപാടിയിലോട്ടൊക്കെ പോകും, ദേഷ്യവും, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ചീത്തവിളി, അങ്ങനെയുള്ള പരിപാടികളിലോട്ടൊക്കെ പോകുന്നുണ്ട്. കാരണം നല്ല രീതിക്ക് ചില ആളുകൾ നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. ചില ആളുകൾ മാനസിക യുദ്ധം നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, ഫുള്ളി ബ്ലോക്ക്ഡ് ആണ്, മിണ്ടുന്നില്ല. ഇപ്പൊ അടുത്തുണ്ടെങ്കിലും മിണ്ടുന്നില്ല, മെന്റലി ഒരു കണക്ഷനും ഇല്ലാതെ മറ്റുള്ളവരുടെ മുമ്പിൽ ജീവിക്കുന്ന ഒരവസ്ഥയും കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളെ ഒരു ആക്ഷനിലോട്ട് കൊണ്ടുവരികയും ചെയ്യുന്നു. കാരണം
കുറ്റപ്പെടുത്തലുകള്, ആരോപണങ്ങള്, അതല്ലാന്നുണ്ടെങ്കിൽ പല കാര്യങ്ങള് ചെയ്തു എന്നുള്ള പരിപാടികൾക്കൊക്കെ നിങ്ങളുടെ തലയിൽ ഇടാനാണ് ആഗ്രഹം. നിങ്ങളുടെ തലയിൽ, അല്ലെങ്കിൽ അങ്ങോട്ട് നിങ്ങളുടെ തലയിൽ പഴിചാരുക, അങ്ങനെയൊക്കെ ഇടാനാണ് ആഗ്രഹം. കാരണം ഇവർക്ക് കുറ്റപ്പെടുത്തലുകളോ അല്ല ഇനിയിപ്പോ എന്തെങ്കിലും ചോദ്യം ചെയ്യലുകളോ നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയരോഗങ്ങളായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓവർ പൊസസീവ് ആണെന്ന് പറയും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ധവിശ്വാസികളോ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ആളുകളോ ആയിട്ട് പ്രകീർത്തിക്കും, പറയും. അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. കാരണം ഇവിടെ ചില ആളുകൾക്ക് നിങ്ങളുടെ കുടുംബസ്ഥ അങ്ങനെയുള്ളവർ തന്നെയാണ്. ചില ആളുകൾ നിങ്ങളുടെ കുടുംബസ്ഥനാകാൻ ആഗ്രഹിച്ച ആളുകൾ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു കുടുംബസ്ഥ എൻ്റെ ഭാര്യ ആകണം എന്നൊക്കെ ആഗ്രഹിച്ചവരുണ്ട്. കാരണം നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിനെ കൊണ്ട് നിങ്ങളുടെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഈ വ്യക്തിനെ കൊണ്ട് എന്തെങ്കിലും പരിപാടികളൊക്കെ ഈ വ്യക്തി ഒപ്പിക്കുന്നത് കൊണ്ട് കുടുംബത്തിൻ്റെതായിട്ടുള്ള മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തട്ടിത്തടഞ്ഞുള്ള വീഴലുകൾ നിങ്ങളും നിങ്ങളുടെ കൂടെ ഉള്ളവരും വീണിട്ടുണ്ട്. അതൊന്ന്. അതല്ല, ഇനി എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലവർ റിലേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരുടെ പ്രവൃത്തികളോ ഇവരുടേതായിട്ടുള്ള സംസാരങ്ങളോ കാര്യങ്ങളോ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനെയോ ജോലി സ്ഥലത്തുള്ള കാര്യങ്ങളെയോ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പൂർണ്ണമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾ അവിടെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അവിടെ ഉണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഇയാളുടെ പ്രവൃത്തികളെ 24 അവർ വിചാരിച്ചു വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ആരെന്നെ സഹായിക്കും, എന്താണ്, ഞാൻ പെട്ടുപോയി, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് നിങ്ങളുടെ ഉറക്കം കെടുത്തിയ ആളുകൾ, അല്ലെങ്കിൽ ഉറക്കത്തിന് ബുദ്ധിമുട്ട് അല്ലാന്നുണ്ടെങ്കിൽ മാനസികമായിട്ടുള്ള പരിപാടികൾക്കൊക്കെ ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ഇവര് ചിന്തിക്കുന്നത് നിങ്ങളുടെ സംസാരമാണ് ഇവരുടെ ഉറക്കം കെടുത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചോദ്യം ചെയ്യലുകൾ എന്നെ ഉറക്കം കെടുത്തുന്നു, നിങ്ങൾക്കൊന്ന് സംസാരിക്കാതിരുന്നൂടെ, അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഇവിടെ മനസ്സിൻ്റെ അകത്ത് വിചാരിക്കുന്നുണ്ട്. ഓക്കെ. കോടതിപരമായിട്ടുള്ള ആരെങ്കിലും, അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ആരെങ്കിലും നിയമം കൈകാര്യം ചെയ്യുന്ന ആളുകൾ ഈ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലോട്ട് പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ പോകാനുള്ള ചാൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ. എന്തെങ്കിലും ഒരു പരിപാടി നിങ്ങളുടെ അടുത്തോട്ട് ഈ വ്യക്തി നേരിട്ടുള്ള, ഇപ്പൊ ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാഹചര്യമൊക്കെ ആണെങ്കിൽ നേരിട്ടുള്ള ഒരു സംസാരത്തിന്, ഒരു ചർച്ചയ്ക്ക്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയാ, നിങ്ങളുടെ രണ്ടുപേരുടെയും കൂടിയുള്ള ഒരു ചർച്ചയ്ക്ക് ഒരു മീഡിയേറ്ററിനെയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അയക്കാനുള്ള ചാൻസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഈ മീഡിയേറ്ററിനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാതിരിക്കുക. മീഡിയേറ്റർ വരുന്നു എന്ന് ഓർത്തിട്ട് നമ്മളുടേതായിട്ടുള്ള A to Z കാര്യങ്ങൾ അവരുടെ അടുത്ത് നമ്മൾ കുടഞ്ഞിടാതിരിക്കുക.
കാരണം നിങ്ങളോടൊന്ന് ഒന്ന് നല്ല രീതിക്ക് സ്നേഹമയമായിട്ട് സംസാരിക്കുകയോ അല്ല നല്ല രീതിയിൽ നിങ്ങളുടെ ഫ്യൂച്ചറിനെയൊക്കെ ഇത്തിരി നല്ല രീതിയിൽ കെയർ ചെയ്തൊക്കെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മേ ബി നിങ്ങളുടേതായിട്ടുള്ള നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇത്രയും നാൾ എന്താണ് ചെയ്തത്, ഇനി നിങ്ങൾക്കുള്ള ഇപ്പോഴുള്ള പരിപാടികൾ എന്താണ്, നിങ്ങളുടെ കൂട്ടാളികൾ ആരൊക്കെയാണ്, നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആ മീഡിയേറ്ററിന്റെ അടുത്ത് കുടഞ്ഞിടാൻ ചാൻസ് ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്താണെങ്കിലും കുടഞ്ഞിടാൻ ചാൻസ് ഉണ്ട്. നിങ്ങളതൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. പറയേണ്ടത് മാത്രം പറയുക. നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്തോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ തുടക്കം കുറിക്കാനോ ഒരു പുതിയ ജീവിതം അങ്ങനെയുള്ള പരിപാടികളിലോട്ട് സ്റ്റാർട്ട് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സംസാരത്തിനോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ചർച്ചയൊക്കെ എടുത്ത് തീരുമാനങ്ങളൊക്കെ എടുക്കാനോ വരുവാണെന്നുണ്ടെങ്കിൽ സായിപ്പിനെ കാണുമ്പോൾ കബാത്ത് മറക്കാതെ നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയുക, നിങ്ങളുടേതായിട്ടുള്ള ആവശ്യങ്ങൾ നിങ്ങൾ പറയുക. കാരണം നിങ്ങളാണ് അനുഭവിച്ചത്. അപ്പൊ അനുഭവിച്ചവർക്കാണ് എന്താണ് ഏതാണ് അനുഭവിച്ചത്, എത്രത്തോളം അനുഭവിച്ചതിന് വ്യാപ്തിയുണ്ട്, ആഴം ഉണ്ടായിരുന്നു, മെന്റലി ഫിസിക്കലി എത്രത്തോളം തളർച്ചയുണ്ടായിരുന്നു, അത് നിങ്ങൾക്കറിയാവുന്നതാണ്. അപ്പൊ അത് ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ എന്തൊക്കെയാണോ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത് അത് നിങ്ങൾ അങ്ങോട്ട് പറയുക. അല്ലാതെ ഒരാൾ മാത്രം എഫേർട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകൂല. രണ്ടുപേരും എഫേർട്ട് ഇടണം. പിന്നെ പുതിയ തുടക്കം കുറിക്കാൻ, റീയൂണിയൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വരുമ്പോൾ നിങ്ങളൊന്ന് അവരുടെ സ്വഭാവം ഒന്ന് ഒബ്സർവ് ചെയ്യുക. കാരണം ചോറ് ഇവിടെയും കൂറ് അവിടെയും എന്ന് പറയുന്ന രീതിയിലാണെങ്കിൽ നമ്മൾക്കൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എടുത്തു ചാടുന്നതിന് മുമ്പ് അവരുടെ സ്വഭാവത്തിലും അവരുടെ പ്രവൃത്തിയിലും ഒന്ന് ഒബ്സർവേഷൻ നടത്തുക. എന്നിട്ട് മാത്രം ഫുള്ളായിട്ട് റീയൂണിയൻ എന്ന് പറയുന്ന പരിപാടികളിലോട്ട് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ പണ്ടത്തെ ചങ്കരം പിന്നെയും തെങ്ങില്ല എന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ ഒരുവിധം നിങ്ങളുടെ മനസ്സും ശരീരവും ഒക്കെ നന്നായിട്ട് കൊണ്ടുപോകും. അതിൽ നിന്നൊക്കെ ഒന്ന് മോചിപ്പിച്ച് നല്ല രീതിക്ക് കൊണ്ടുവരും. വീണ്ടും നിങ്ങൾ സീറോയിൽ പോയി മനസ്സും ശരീരവും നിർത്താൻ ശ്രമിക്കരുത്. അവരെല്ലാം മറന്ന് എല്ലാ രീതിയിലും നിങ്ങളെ ഏറ്റെടുത്ത് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്ഥാനങ്ങൾ കൊടുത്ത് മുന്നോട്ട് പോകാനായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വീകരിക്കുക. അത് നിങ്ങളുടെ താല്പര്യമാണ്. നമുക്ക് നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്ന് നോക്കാം. റെസ്റ്റ്, ഹൈഡ്രേറ്റ്, മേക്ക് എ മീൽ. ഓക്കെ, അതായത് കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ഒരുപാട് സോഷ്യൽ മീഡിയ ഉപയോഗം അല്ലാന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ യൂസേജ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇത്തിരി റെസ്റ്റ്, അതായത് അതൊന്നും ഇത്തിരി ഒന്ന് മാറ്റി വെക്കുക. കണ്ണിന് റെസ്റ്റ് കൊടുക്കുക. ഞരമ്പുകൾക്ക് എന്തെങ്കിലും സ്ട്രെയിൻസ് ഓവറായിട്ട് കൊടുക്കാതിരിക്കുക. ഒന്നല്ലെങ്കിൽ ചിന്തിച്ച് അങ്ങനെയുള്ള പരിപാടികൾ ഉണ്ടാക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഉണ്ടാകാം. ശരിക്കും രാത്രി ആയിരിക്കില്ല ഉറങ്ങുന്നത്, സമയം തെറ്റിയുള്ള ഉറക്കങ്ങളായിരിക്കാം. അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കണ്ണിന് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പരിപാലിക്കുക. കാരണം ഒന്നല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ തളർച്ച കൂടുന്നുണ്ടാകാം. അത് ഒന്ന് ശരിയാക്കുക. വെള്ളം കുടിക്കുന്നില്ലേ? കാരണം നിങ്ങൾ ചിലപ്പോൾ ദാഹം വരുമ്പോൾ മാത്രം വെള്ളം കുടിക്കാൻ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടാവാം. ഇത് ചൂടുകാലമാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ വെള്ളം കുടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ യൂറിനറി ഇൻഫെക്ഷൻ അങ്ങനെയുള്ള ബുദ്ധിമുട്ടലുകൾ, അസുഖങ്ങൾ പെട്ടെന്നുള്ള വരവ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വെള്ളം ധാരാളം കുടിക്കുക. ദാഹത്തിന് മാത്രമല്ല വെള്ളം കുടിക്കേണ്ടത്, ദാഹം ഇല്ലാത്തപ്പോഴാണെങ്കിലും വെള്ളം കുടിക്കുക. അത് നമ്മളുടെ ബോഡിക്ക് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. മേക്ക് എ മീൽ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നല്ല രീതിക്ക് പാചക പരീക്ഷണ നിരീക്ഷണങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളായിരിക്കാം. പല ആളുകൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകളായിരിക്കാം. അപ്പൊ അതൊക്കെ ഒന്ന് വീണ്ടും ഒന്ന് ഉണ്ടാക്കുക. അതായത് ഇപ്പൊ പ്രത്യേക ഫുഡൊക്കെ ഉണ്ടാവൂലേ, എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കുന്ന ആളുകളായിരിക്കുമല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് ഉണ്ടാക്കുക. അല്ലാന്നുണ്ടെങ്കിൽ അതിലോട്ടൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആകുക. ഓക്കെ,
അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും നിങ്ങൾക്ക് റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.